this is from Esperanza. അപ്പോൾ ഈ വീഡിയോയിലെ ടോപ്പിക് എന്ന് പറയുന്നത് ഫങ്ഷൻസ് ആണ്, ഏകതങ്ങൾ. നമുക്കറിയാം മാത്തമാറ്റിക്സിൻ്റെ ബേസിക് കൺസെപ്റ്റിലൊന്നാണ് ഫങ്ഷൻസ് അല്ലേ. അപ്പോൾ ഫങ്ഷൻസ് അറിഞ്ഞിരിക്കണം മുന്നോട്ട് മാത്സ് പഠിക്കണമെങ്കിൽ. അപ്പോൾ നമുക്ക് എന്താണ് ഫങ്ഷൻസ് എന്ന് നോക്കാം. ഫങ്ഷൻസ് ഈസ് എ കൈൻഡ് ഓഫ് റിലേഷൻ. അതായത് ഫങ്ഷൻ എന്ന് പറയുന്നത് ഒരു റിലേഷനാണ്, പക്ഷേ എല്ലാ റിലേഷനും നമുക്ക് ഫങ്ഷൻ ആണെന്ന് പറയാനും പറ്റില്ല. അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് ഈ ഫങ്ഷനും റിലേഷനും തമ്മിൽ എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നതെന്നൊന്ന് ജസ്റ്റ് ഡയഗ്രത്തിലൂടെ പറയാം. അതാകുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. നമുക്ക് എ ബി രണ്ട് സെറ്റ് ഉണ്ട്. ഇവിടെ നിന്ന് ഞാനൊരു റിലേഷൻ ഡിഫൈൻ ചെയ്യാണ്. അപ്പോൾ ഇവിടെ കുറേ എലമെൻറ്റ്സ് ഉണ്ട്, ഇവിടെയും കുറേ എലമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ എനിക്ക് ഈ ഒരു റിലേഷൻ, ഈ ഒരു എലമെൻറ്റിൽ നിന്ന് ഇങ്ങോട്ട് ഞാൻ പേര് എഴുതാനേ 1 2 3 4. ഇപ്പോൾ ഇവിടെ എഴുതുന്നത് 4 6 7 8 ഇങ്ങനെ എഴുതി. അപ്പോൾ എനിക്ക് 1 4നോടും 1 7നോടും റിലേറ്റ് ചെയ്യുന്നു എന്ന് പറയാം. ഓക്കെ, അതുപോലെ തന്നെ 2 6നോട് 3 8നോട് റിലേഷൻ ഉണ്ടെന്ന് പറയാം. ഇതൊരു റിലേഷനാണ്. ഓക്കെ, പക്ഷേ ഇതൊരു ഫങ്ഷൻ അല്ല. ഓക്കെ, ഫങ്ഷൻ ആവണമെങ്കിൽ എ എന്ന് പറയുന്ന സെറ്റിൽ നിന്ന് ബി എന്ന് പറയുന്ന സെറ്റിലേക്ക് എയിലെ എല്ലാ സെറ്റിൽ നിന്നും ഒരു പ്രതിബിംബം ഉണ്ടാവണം. അതായത് ഇവിടെ നിന്നുള്ള 1 2 3 4 എല്ലാത്തിനും ഒരു ഇമേജ് ഇപ്പുറത്ത് എക്സിസ്റ്റ് ചെയ്യണം. റിലേഷനിൽ ഫോറിന് ഇമേജ് ഇല്ലെങ്കിലും ഇതൊരു റിലേഷൻ ആവും, പക്ഷെ ഫങ്ഷൻ ആവില്ല. കാരണം എല്ലാത്തിനും റിലേഷൻ ഉണ്ടാവണം. പിന്നെ ഒരേ ഒരു റിലേഷനേ ഉണ്ടാവാൻ പാടുള്ളൂ, ഒരേ ഒരു പ്രതിബിംബമേ ഉണ്ടാവാൻ പാടുള്ളൂ. ഇപ്പം ഞാനിവിടെ 1ന് 4ഉം 7ഉം ഇമേജ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. എനിക്കത് കൊടുക്കാൻ പറ്റും റിലേഷനിൽ, പക്ഷെ ഫങ്ഷനിൽ പറ്റില്ല. ഫങ്ഷനിൽ എല്ലാ എലമെൻറ്റ്സിനും യുണീക്ക് ഇമേജ് ഉണ്ടാവാൻ പാടുള്ളൂ. എ എന്ന് പറയുന്ന സെറ്റിൽ നിന്ന് എ ബി ഇതൊരു ഫങ്ഷൻ ആവണമെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്നതിൽ എല്ലാത്തിനും ഇമേജസ് ഉണ്ടാവണം ഇവിടെ. ഓക്കെ, ഈ എ എന്ന സെറ്റിൽ നിന്ന് വരുന്ന ആ ഇമേജ് 1ന് ഒരൊറ്റ ഇമേജ് ഉണ്ടാവാൻ പാടുള്ളൂ. 1 ഹാസ് എ യുണീക്ക് ഇമേജ്. ഓക്കെ, അതുപോലെ എല്ലാ എലമെൻറ്റിനും യുണീക്ക് ഇമേജ് ഉണ്ടാവാൻ പാടുള്ളൂ. അങ്ങനെയുള്ള റിലേഷൻസിനെയാണ് നമ്മൾ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എ എന്ന് പറയുന്ന സെറ്റിൽ നിന്നും ബി എന്ന് പറയുന്ന സെറ്റിലേക്ക് ഒരു ഫങ്ഷൻ ഡിഫൈൻ ചെയ്യണമെങ്കിൽ എയിലെ എല്ലാ എലമെൻറ്റ്സിനും ഇമേജസ് വേണം, എയിലെ എല്ലാ എലമെൻറ്റ്സിനും യുണീക്ക് ഇമേജേ പാടുള്ളൂ. അങ്ങനെയുള്ള റിലേഷനെയാണ് നമ്മൾ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് അതിനെ ഒന്ന് മലയാളീകരിച്ച് പറയാം. എ എന്ന ഗണത്തിൽ നിന്നും ബി എന്ന ഗണത്തിലേക്കുള്ള ഒരു ബന്ധത്തിൽ എയിലെ എല്ലാ അംഗങ്ങൾക്കും ബിയിൽ പ്രതിബിംബം ഉണ്ടാകുകയും ഒന്നിലധികം പ്രതിബിംബങ്ങൾ ഇല്ലാതിരിക്കുകയും ചെയ്താൽ ആ ബന്ധത്തെ എയിൽ നിന്നും ബിയിലേക്കുള്ള ഏകതം അല്ലെങ്കിൽ ഫങ്ഷൻ എന്ന് പറയുന്നു. എ എന്ന് പറയുന്ന സെറ്റിൽ നിന്നും ബി എന്ന് പറയുന്ന സെറ്റിലേക്കുള്ള റിലേഷനിൽ എയിലെ എല്ലാ മെമ്പേഴ്സിനും ബിയിൽ ഇമേജ് ഉണ്ടാവണം. എയിലെ എല്ലാ മെമ്പേഴ്സിനും ഒന്നിലധികം ഇമേജസ് ഉണ്ടാവാൻ പാടില്ല. അതായത് എയിലെ എല്ലാ മെമ്പേഴ്സിനും ഒരു യുണീക്ക് ഇമേജ് ഉണ്ടാവാൻ പാടുള്ളൂ. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഫങ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫങ്ഷൻസിൻ്റെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം. ഫങ്ഷൻസ് ആർ ഡിനോട്ടഡ് ബൈ എഫ് ജി എച്ച്. അങ്ങനെയൊക്കെയാണ് നമ്മൾ ഫങ്ഷൻസിനെ ഡിനോട്ട് ചെയ്യുന്നത്. ഗ്രീക്ക് ലെറ്റേഴ്സ് ഒക്കെ ഉപയോഗിക്കാറുണ്ട്. പിന്നെ നമ്മളൊരു ഫംഗ്ഷനെ ഇങ്ങനെ പറയും, എ ഫംഗ്ഷൻ എഫ് ഫ്രം എ ടു ബി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എഴുതാം, എ ഫംഗ്ഷൻ എഫ് ഫ്രം എ ടു ബി. ഇവിടെ നമ്മൾ എക്സ് എന്ന് പറയുന്നത് എയിലെ എലമെൻ്റ് ആണെങ്കിൽ അതിൻ്റെ ഇമേജിനെ എഫ് ഓഫ് എക്സ് എന്ന് എഴുതുന്നു. ആ ഇമേജിനെ നമ്മൾ വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് ഡിനോട്ട് ചെയ്യാം. വൈ ഈസ് ആൻ എലമെൻറ്റ് ഓഫ് ബി. അപ്പോൾ നമുക്ക് പറയുന്നത് എക്സിൻ്റെ പ്രതിബിംബമാണ് എഫ് ഓഫ് എക്സ് അല്ലെങ്കിൽ വൈ. എക്സിൻ്റെ പ്രതിബിംബമാണ് വൈ എന്ന് പറയും. ഓക്കെ, പ്രതിബിംബം എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എക്സിൻ്റെ പ്രതിബിംബമാണ് വൈ. അതുപോലെ തന്നെ ഈ വൈയിലേക്ക് ഏത് എലമെൻറ്റിനെയാണോ മാപ്പ് ചെയ്തിരിക്കുന്നത് ആ എലമെൻറ്റിനെ നമ്മൾ എഫ് ഓഫ് എക്സിൻ്റെ പ്രീ ഇമേജ് എന്ന് പറയും. അതായത് എഫ് ഓഫ് എക്സിലേക്ക് ഏത് എലമെൻറ്റിനെയാണോ മാപ്പ് ചെയ്തിരിക്കുന്നത് ആ എലമെൻറ്റിനെ നമുക്ക് എഫ് ഓഫ് എക്സിൻ്റെ പ്രീ ഇമേജ് എന്ന് പറയും. അതായത് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ വൈ ആണ് പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ വൈയുടെ വിലോമ പ്രതിബിംബമാണ് എക്സ് എന്ന് പറയും. ഓക്കെ, അതായത് എക്സിൻ്റെ ഇമേജ് ആണ് എഫ് ഓഫ് എക്സിലേക്ക് വന്നിരിക്കുന്നത്. സോ എഫ് ഓഫ് എക്സിൻ്റെ വിലോമ പ്രതിബിംബമാണ് എക്സ് എന്ന് പറയും. ഓക്കെ, പ്രതിബിംബം മനസ്സിലായി, വിലോമ പ്രതിബിംബം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പിന്നെ നമുക്കിവിടെയുള്ള സെറ്റുകളെ പറയാം. എ എന്ന് പറയുന്നത്, അതായത് ഫംഗ്ഷൻ നമ്മൾ പറഞ്ഞു ഡൊമൈൻ എന്ന് പറയുന്നത് എ തന്നെയാവണം.
നമ്മൾ റിലേഷനിൽ പറഞ്ഞിരുന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. ഡൊമൈൻ എന്ന് പറയുന്നത് സബ്സെറ്റ് ഓഫ് എ ആയാൽ മതി. ഇവിടെ അത് പറ്റില്ല. ഡൊമൈൻ എന്ന് പറയുന്നത് എ തന്നെ ആയിരിക്കണം. ഈ എ എന്ന് പറയുന്നതിനെയാണ് നമ്മൾ എവിടെ നിന്നാണോ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത് ആ സെറ്റിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഡൊമൈൻ എന്ന് പറയുന്നത്. ആ ഡൊമൈൻ്റെ മലയാളം എന്തായിരുന്നു? മണ്ഡലം. ഓക്കെ, എ എന്ന് പറയുന്നത് മണ്ഡലം. പിന്നെ ഏതിലേക്കാണോ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത് അതിനെ നമ്മൾ ബി എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്തിരിക്കുന്നു. ആ സെറ്റിനെ നമ്മൾ കോഡൊമൈൻ എന്ന് പറയും. ദാറ്റ് ഈസ് സഹമണ്ഡലം. ഓക്കെ, സഹമണ്ഡലം. ഇനി നമുക്ക് ഈ എഫ് ഓഫ് എക്സ് ഇപ്പം സഹമണ്ഡലത്തിൽ ഇപ്പം എല്ലാ എലമെൻസിലേക്കും ഇവിടെ നിന്ന് ഈ ബിയിലെ എല്ലാ എലമെൻസിലേക്കും മാപ്പിംഗ് വരണമെന്നില്ല. പക്ഷെ ഇവിടെ നിന്ന് എല്ലാത്തിനും ഇങ്ങോട്ട് പുറപ്പെടണം. പക്ഷെ ഇത് കംപ്ലീറ്റ് ആവണമെന്നൊന്നുമില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ പറയുക? ബി എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ എഫ് ഓഫ് എക്സ്. ഈ എഫ് ഓഫ് എക്സ് അതായത് ഇമേജസ് വന്നിരിക്കുന്ന ഈ ഇമേജസിൻ്റെ കളക്ഷൻ എടുക്കുക. ഈ ഇമേജസിനെ മുഴുവൻ പെറുക്കിയെടുക്കുക. എന്നിട്ട് അതൊരു സെറ്റിലാക്കി വെക്കുക. ആ സെറ്റിനെയാണ് നമ്മളെന്ന് പറയുന്നത് റേഞ്ച്, രംഗം എന്ന് പറയുന്നത്. ഓക്കെ, ആ രംഗം എന്ന് പറയുന്നത് ഓൾവേസ് എ സബ്സെറ്റ് ഓഫ് ബി ആയിരിക്കും അല്ലേ? എഫ് ഓഫ് എക്സുകളെല്ലാം ഇവിടെയല്ലേ കിടക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എ എന്ന് പറയുന്നത് മണ്ഡലമാണ്, ബി എന്ന് പറയുന്നത് സഹമണ്ഡലമാണ്. എഫ് ഓഫ് എക്സിൻ്റെ കളക്ഷനാണ് നമ്മൾ റേഞ്ച് അല്ലെങ്കിൽ രംഗം എന്ന് പറയുന്നത്. അതെപ്പോഴും ബിയുടെ സബ്സെറ്റ് ആയിരിക്കും. ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഫംഗ്ഷൻ ആണോ അല്ലയോ എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ ആർ ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് വൈ സച്ച് ദാറ്റ് വൈ ഈക്വൽ ടു 2x. എക്സ് വൈ ബിലോങ്സ് ടു. ഇതൊരു ഫംഗ്ഷനാണോ? എവിടെ നിന്ന് എങ്ങോട്ടേക്കുള്ള ഫംഗ്ഷനാണിത്? ഫംഗ്ഷനാണോ? ഇവിടെ റിലേഷനാണല്ലേ? റിലേഷനാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? എക്സ് അതിനെ എങ്ങനെ മാപ്പ് ചെയ്യണം? 2xലേക്ക് മാപ്പ് ചെയ്യണം അല്ലേ? അതായത് നമുക്കിങ്ങനെ പറയാം. ഇപ്പം നമുക്ക് പറയാം ഈ ഒരു സെറ്റിന് ആർ എന്ന് പറയുന്നത് ഒരു റിലേഷനാണ് ഫ്രം എൻ ടു എൻ അല്ലേ? എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? ഞാൻ ഈ ആറിനെ മാറ്റിയിട്ട് എഫ് ആക്കുന്നു കേട്ടോ. നിങ്ങൾ ഫംഗ്ഷനിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ റിലേഷനെ ഞാൻ എഫ് എന്ന് എഴുതുന്നു. എഫ് ഫ്രം എൻ ടു എൻ, ദറ്റ് ഈസ് എഫ് ഓഫ് എൻ ഈക്വൽ ടു 2n അല്ലേ? ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്. അതായത് ഇവിടുത്തെ ഒരു എലമെൻറ്റിൻ്റെ ഇമേജ് എന്തായിരിക്കണം? 2 times x ആയിരിക്കണം അല്ലേ? y ഈക്വൽ ടു 2x, ദാറ്റ് ഈസ് എഫ് ഓഫ് n ഈക്വൽ ടു 2n. ഇങ്ങനെയല്ലേ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ മണ്ഡലം എന്താണെന്ന് പറയാം. മണ്ഡലം എന്താണ്? ഇതൊരു ഫംഗ്ഷൻ ആണല്ലേ? കാരണം എന്താണ്? ഇവിടെ 1 2 3 4 5 എല്ലാത്തിൻ്റെയും അതിൻ്റെ 2നോട് മൾട്ടിപ്ലൈ ചെയ്ത നമ്പറിലോട്ടാണ് മാപ്പ് ചെയ്യുന്നത്. ഒരു മാപ്പിംഗ് അല്ലേ ഉണ്ടാവുള്ളൂ? 1 2 3 4 5 എന്ന് പറയുന്ന എല്ലാത്തിനെയും അതിൻ്റെ ഇവിടെ 1 2 3 4 എന്ന് പറഞ്ഞിങ്ങനെ പോകുന്നുണ്ട്. ഇവിടെയും അതെ 1 2 3 4 എന്ന് പറഞ്ഞിങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ 1നെ എങ്ങോട്ട് മാപ്പ് ചെയ്യുന്നു? 2ലേക്ക് മാപ്പ് ചെയ്യുന്നു. 2നെ 4ലേക്ക് മാപ്പ് ചെയ്യുന്നു. 3നെ 6ലേക്ക് മാപ്പ് ചെയ്യുന്നു. എല്ലാത്തിനും ഒരു യൂണീക്ക് മാപ്പിംഗ് വരുന്നുണ്ടല്ലേ? അപ്പോൾ ഇതിൻ്റെ മണ്ഡലം എന്ന് പറയുന്നത് n ആണ്. ഡൊമൈൻ എന്ന് പറയുന്നതോ ഡൊമൈൻ അല്ലേ എഴുതിയിരിക്കുന്നത്? കോഡൊമൈൻ എന്ന് പറയുന്നതോ സഹമണ്ഡലം. മലയാളം പറയാല്ലേ? സഹമണ്ഡലം എന്ന് പറയുന്നതോ ദാറ്റ്സ് അഗെയിൻ n തന്നെയല്ലേ? നാച്ചുറൽ നമ്പേഴ്സിൽ നിന്ന് നാച്ചുറൽ നമ്പേഴ്സിലേക്ക് തന്നെയാണ് പോയിരിക്കുന്നത്. കാരണം എക്സും വൈയും നമ്മളിവിടെ എന്നിൽ നിന്ന് തന്നെയാണ് ചൂസ് ചെയ്യുന്നത്. ഇനി എന്താണ് ഇതിൻ്റെ റേഞ്ച്? രംഗം എന്തേ വരുള്ളൂ? 2 times n അല്ലേ? ഈ 2ലേക്ക് മാപ്പിംഗ് വരുന്നുണ്ട്, 4ലേക്ക് വരുന്നുണ്ട്. പക്ഷെ 1ലേക്കും 3ലേക്കും ഒന്നും മാപ്പിംഗ് ഇല്ല. അപ്പം നമ്മൾ പറഞ്ഞിരുന്നു മാപ്പിംഗ് വരുന്നതിൻ്റെ കളക്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? രംഗം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താ പറയുക? 2nലേക്കുള്ള സെറ്റ് അല്ലേ? n ബിലോങ്സ് ടു n. അതായത് നമുക്ക് പറയാം ഇരട്ട സംഖ്യകളുടെ ഗണമാണ് നമ്മളുടെ രംഗം എന്ന് പറയുന്നത്. ഇരട്ട സംഖ്യകളുടെ ഗണം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ ഫംഗ്ഷൻ ആയിട്ടുള്ളതിൻ്റെ എക്സാമ്പിൾ. നിങ്ങൾക്ക് ഇഷ്ടംപോലെ ഫംഗ്ഷൻ അറിയാം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ എക്സ്, കോസ് എക്സ്, എക്സ് സ്ക്വയർ, അങ്ങനെയൊക്കെയുള്ള കുറേ ഫംഗ്ഷൻസ് ഉണ്ട്. എല്ലാം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഞാൻ പിന്നെ ബേസ് ആയതുകൊണ്ട് അറിയുന്ന കാര്യങ്ങളാണ്. ബേസ് ആയതുകൊണ്ടെല്ലാം പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി ഒരു റിലേഷൻ ഡിഫൈൻ ചെയ്യാം. റിലേഷൻ ഈക്വൽ ടു 2 2 2 4 3 3 3 4. ഇതൊരു റിലേഷനാണ്. ഒരു സെറ്റിൽ നിന്ന് അനദർ സെറ്റിലേക്ക് ഡിഫൈൻ ചെയ്യുന്ന ഒരു റിലേഷനാണ്. ഇതൊരു ഫംഗ്ഷൻ ആവോ? ഇതൊരു ഫംഗ്ഷൻ ആവില്ല. കാരണം എന്താ? 2ൽ നിന്ന് 2ലേക്ക് മാപ്പ് ചെയ്യുന്നുണ്ട്. എഗെയിൻ 2നെ 4ലേക്ക് മാപ്പ് ചെയ്യുന്നുണ്ട്. അതായത് 2 എന്ന് പറയുന്ന എലമെൻറ്റിന് 2 ഇമേജ് വന്നു, 2ഉം 4ഉം. അപ്പോൾ ഇറ്റ്സ് നോട്ട് എ ഫംഗ്ഷൻ. ഇതൊരു ഏകതമല്ല.
ഓക്കെ, ഫംഗ്ഷൻ അല്ല. ഇനി നമുക്ക് റിയൽ വാല്യൂഡ് ഫംഗ്ഷനും റിയൽ ഫംഗ്ഷനും എന്താണെന്ന് നോക്കാം. രേഖീയ സംഖ്യാഗണമോ അതിൻ്റെ ഏതെങ്കിലും ഉപഗണമോ രംഗമായി വരുന്ന ഒരു ഏകദത്തെ രേഖീയ മൂല്യ ഏകദം എന്ന് പറയുന്നു. അതായത് നമുക്ക് റിയൽ നമ്പേഴ്സ് അല്ലേ, ആ റിയൽ നമ്പേഴ്സ് റേഞ്ചിൽ വരണം. ഓക്കെ, റേഞ്ച് എന്ന് പറയുന്നത് ഒന്നുകിൽ റിയൽ നമ്പേഴ്സ് ആയിരിക്കണം, അല്ലെങ്കിൽ റിയൽ നമ്പേഴ്സിൻ്റെ ഏതെങ്കിലും ഒരു സെറ്റ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ അതിനെ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നു. നമ്മൾ അതിൻ്റെ വാല്യൂസ് ഒക്കെ റിയൽ നമ്പേഴ്സ് ആയതുകൊണ്ട് നമ്മളതിനെ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നു. അതായത് രേഖീയ മൂല്യ ഏകദം. ഓക്കെ, റിയൽ ഫംഗ്ഷൻ അതിന് ചെറുതായിട്ടൊരു ഡിഫറൻസ് ഉണ്ട്. റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ആൻഡ് റിയൽ ഫംഗ്ഷൻസ്. ഓക്കെ, എന്ന് വെച്ചാൽ ഒരു ഏകദത്തിൻ്റെ മണ്ഡലവും അംഗവും രേഖീയ സംഖ്യാഗണത്തിൻ്റെ ഉപഗണങ്ങളായാൽ ആ ഏകദത്തെ രേഖീയ ഏകദം എന്ന് പറയുന്നു. ഒരു ഫംഗ്ഷൻ അതിൻ്റെ ഡൊമൈനും റേഞ്ചും ഒന്നുകിൽ ആറോ അല്ലെങ്കിൽ അതിൻ്റെ സബ്സെറ്റ്സോ ആയിരിക്കണം. അങ്ങനെയുള്ള ഏകദത്തെ നമ്മൾ റിയൽ ഫംഗ്ഷൻസ് അല്ലെങ്കിൽ രേഖീയ ഏകദം എന്ന് പറയുന്നു. എഫ് ഫ്രം എ ടു ബി. അതായത് നമ്മളിവിടെ പറയുമ്പോഴേ ഇവിടെ നമുക്ക് ഡൊമൈൻ എന്ത് വേണമെങ്കിലാവാം. ചെറിയൊരു ഡൊമൈൻ എന്ന് പറയുന്നത് എന്ത് വേണമെങ്കിലാവാം. മേ ബി കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ ഫംഗ്ഷനാണ്. കോംപ്ലക്സ് നമ്പേഴ്സിൽ നിന്നും ഡിഫൈൻ ചെയ്യുന്ന ഫംഗ്ഷൻ അതിൻ്റെ വാല്യൂസ് റിയൽ ആയിക്കൂടെ. ഇപ്പോൾ നമ്മൾ മോഡുലസ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നില്ലേ കോംപ്ലക്സ് വാല്യൂവിൽ. അപ്പം ഈ കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ മോഡുലസ് എവിടെയൊക്കെ എടുക്കാം, റിയൽ നമ്പർ അല്ലേ വരിക. അപ്പം സിയിൽ നിന്നും ആറിലേക്ക് ഡിഫൈൻ ചെയ്യുന്ന ഫംഗ്ഷനാണ്, അതൊരു റിയൽ വാല്യൂഡ് ഫംഗ്ഷനാണ്. അതാണ് റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ. മറ്റേത് ഡൊമൈനും ആറായിരിക്കണം, റേഞ്ചും ആറായിരിക്കണം. അങ്ങനെയുള്ള ഫംഗ്ഷനാണ് നമ്മൾ റിയൽ ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് തമ്മിലുള്ള വ്യത്യാസം, വേറെ ഒന്നുമില്ല. പിന്നെ നമ്മൾ ഗ്രാഫ് വരയ്ക്കുമല്ലോ. ഗ്രാഫ് വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാലോ. നമ്മൾ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഗ്രാഫ് വരയ്ക്കുന്നത് എങ്ങനെയാണ്. എഫ് എന്ന ഫംഗ്ഷൻ, എഫ് എന്നത് ഏകദമായാൽ എക്സ് എഫ് ഓഫ് എക്സ് എന്ന രൂപത്തിലുള്ള എല്ലാ ബിന്ദുക്കളെയും കാർട്ടീഷ്യൻ തലത്തിൽ അടയാളപ്പെടുത്തിയാൽ ലഭിക്കുന്ന ചിത്രമാണ് അതിൻ്റെ ഗ്രാഫ്. അതായത് നമുക്ക് എഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ എടുത്തു. അപ്പോൾ നമ്മൾ എയിൽ നിന്നും ബിയിലോട്ട് ഡിഫൈൻ ചെയ്യുന്നൊരു ഫംഗ്ഷനാണ് എഫ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, എയിൻ്റെയും എഫ് ഓഫ് എക്സിൻ്റെയും പോയിൻറ്റ്സിനെ കളക്ട് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ R2ൽ നമ്മളതിനെ പ്ലെയിനിൽ നമ്മളതിൻ്റെ പോയിൻറ്റ്സിനെ പ്ലേസ് ചെയ്തിട്ട് നമ്മൾ വരയ്ക്കും. ആ കിട്ടുന്ന ആ ചിത്രമായിരിക്കും നമ്മളതിൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത്. ഗ്രാഫ് എന്താണെന്നൊക്കെ അറിയാലോ, അത് കൂടുതലായിട്ട് ഡിഫൈൻ ചെയ്ത് കൺഫ്യൂഷൻ ആക്കുന്നില്ല. ഇനി നമുക്ക് കുറച്ച് ടൈപ്സ്, അതായത് നമുക്ക് ഒരുപാട് ഫംഗ്ഷൻസ് ഉണ്ടല്ലോ, അതിൽ കുറച്ച് നമുക്ക് എപ്പോഴും ആവശ്യമുള്ള കുറച്ച് ഫംഗ്ഷൻസിനെ നമുക്ക് പരിചയപ്പെടാം. പിന്നെ നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ എന്തായാലും നിങ്ങൾ +1 ടെക്സ്റ്റ് ബുക്കും +2 ടെക്സ്റ്റ് ബുക്കും വായിക്കണം. അതിൻ്റെ കാര്യങ്ങൾ മാത്രമേ നമ്മളിവിടെ പറയുന്നുള്ളൂ. അതൊക്കെ തന്നെ HSC എക്സാമിന് വരുള്ളൂ. അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങളത് ചെയ്യണം. അതിലെ എല്ലാ എക്സസൈസും ചെയ്തിട്ട് പോകണം. നമുക്ക് അറിയാമെന്ന് വിചാരിക്കരുത്. കാരണം അതിൽ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, ഇപ്പോൾ ഡൊമൈൻ റേഞ്ച് കണ്ടുപിടിക്കാനൊക്കെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട് അതിൽ. അപ്പോൾ നമുക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻസ് വരാം. അപ്പോൾ നമുക്ക് ശരിക്കും ഈ കൺസെപ്റ്റുകളൊന്നും ക്ലിയർ ആയിട്ടില്ലെങ്കിൽ നമുക്കതിൽ കൺഫ്യൂഷൻസ് വരാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അതിലുള്ള കാര്യങ്ങൾ നന്നായിട്ട് തറവായിട്ട് വായിക്കുക, ഒരു വട്ടമെങ്കിലും വായിക്കുക. എന്നിട്ട് അതിൽ എക്സസൈസിലൂടെ ഒന്ന് പാസ് ചെയ്ത് പോവാം. അതൊക്കെ ആകുമ്പോഴത്തേക്കും ഈ കാര്യങ്ങളൊക്കെ നല്ല ഡെപ്തിൽ മനസ്സിലായിക്കോളും. പിന്നെ ഞാനിവിടെ പ്രോബ്ലംസ് പറയുന്നില്ലല്ലോ, അപ്പോൾ അതും കൂടെ ചെയ്യുമ്പോഴേക്കും ഒരുപാട് ലെങ്തി വീഡിയോസ് ആവും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ആ കാര്യങ്ങൾ നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ, അനന്യ ഏകദം. എന്താണ് ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ പറയുന്നത്? അനന്യ ഏകദം. നമുക്കറിയാം ഒരു ഫംഗ്ഷൻ നമ്മളൊരു R2 ഉള്ളൊരു ഫംഗ്ഷനാണ്. അതുപോലെ തന്നെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന ഫംഗ്ഷൻ എന്താണോ, നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന പോയിന്റ് തന്നെ ആയിരിക്കും അതിൻ്റെ ഇമേജ് വരുന്നത്. അങ്ങനെയുള്ള ഫംഗ്ഷനാണ് നമ്മൾ എന്ത് പറയുന്നത്, അനന്യ ഏകദം. ഓക്കെ, അതിൻ്റെ മണ്ഡലം എന്താണ്? മണ്ഡലം എന്ന് പറയുന്നത് ആറാണ്. റേഞ്ച് എന്ന് പറയുന്നതും 6 തന്നെയാണ്. അതായത് നമുക്കിപ്പോൾ ഒരു സംഖ്യയുടെ പ്രതിബിംബം എന്ന് പറയുന്നത് ആ സംഖ്യ തന്നെയായിരിക്കും. അത്ര മലയാളീകരിച്ചതാണ്. അപ്പോൾ അതിൻ്റെ ഗ്രാഫ് എങ്ങനെയാണ് വരിക? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സിൻ്റെ ഗ്രാഫ് y ഈക്വൽ ടു എക്സ് എന്ന് പറയുന്ന ഒരു ലൈൻ ആയിരിക്കും. അതൊരു 45 ഡിഗ്രി ആംഗിൾ വരുന്ന ഒരു ലൈൻ ആയിരിക്കും. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ്. ഇറ്റ്സ് ആൻ ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ. ഓക്കെ, ഇവിടെ എല്ലാത്തിൻ്റെ ഇപ്പോൾ നമ്മൾ 2 അതിൻ്റെ ഇമേജ് എന്താ? എഫ് ഓഫ് 2 ഈക്വൽ ടു 2 തന്നെയായിരിക്കും. എഫ് ഓഫ് √2 ഈക്വൽ ടു √2 തന്നെയായിരിക്കും. ഓക്കെ, അതാണ് നമ്മളുടെ ആദ്യത്തെ ഫംഗ്ഷൻ, അനന്യ ഏകദം, ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ. രണ്ടാമത്തെ ഫംഗ്ഷൻ സംഖ്യാ ഏകദം, കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ. കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ്റെ മലയാളമാണ് സംഖ്യാ ഏകദം. അതായത് എഫ് റിയൽ നമ്പറിൽ നിന്ന് റിയൽ നമ്പറിലോട്ട് ഡിഫൈൻ ചെയ്യുന്ന ഫംഗ്ഷനാണ്. സച്ച് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു കെ. കെ എന്ന് പറയുന്ന ഒരു റിയൽ നമ്പർ ആയിരിക്കും. ഓക്കെ, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു കെ. നമ്മളിതിൻ്റെ മണ്ഡലം എന്താണ് വരിക? ഡൊമൈൻ. എവിടെ നിന്നാണോ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത് അതിനെയാണ് ഡൊമൈൻ എന്ന് പറയുന്നത്. ആറാണല്ലേ.
റേഞ്ച് എന്താണ് വരിക? റേഞ്ചിലെ ഏത് എലമെൻ്റ് എവിടെയാണ് കിടക്കുന്നത്? ആറിലാണ് കിടക്കുന്നത്. പക്ഷേ എന്തേ ഉള്ളൂ, ഏത് എക്സ് ഇവിടെ കൊടുത്തോട്ടെ നമുക്കിവിടെ ആകെ ഒരു എലമെൻറ്റ് മാത്രമേ അതിൻ്റെ ഇമേജ് ആയിട്ട് വരുന്നുള്ളൂ. എല്ലാ എലമെൻസിനെയും ഒരൊറ്റ നമ്പറിലോട്ടാണ് നമ്മൾ മാപ്പ് ചെയ്യുന്നത്. അപ്പോൾ റേഞ്ചിൽ ആകെ ഒരു എലമെൻറ്റേ ഉണ്ടാവുള്ളൂ. അതാണ് ആര്? സിംഗിൾട്ടൺ സെറ്റ് കെ. ഓക്കെ, വെർ കെ ബിലോങ്സ് ടു ആർ. ഓക്കെ, നമ്മളിതിൻ്റെ ഗ്രാഫ് എങ്ങനെയാണ് വരിക? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു കെ എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഗ്രാഫ് വരയ്ക്കുമ്പോഴൊന്നും ശരിയാവില്ല. ഓക്കെ, ഇതാണ് നമ്മളുടെ കെ എന്ന് പറയുന്ന പോയിന്റ് എന്ന് വിചാരിക്കുക. ഇതാണ് നമ്മളുടെ എക്സ് ആക്സിസിലാണ് നമ്മൾ ഈ എക്സുകളൊക്കെ അടയാളപ്പെടുത്തുന്നത്. ഇവിടെ ഇങ്ങനെ ഡിനോട്ട് ചെയ്യുമ്പോൾ നമ്മൾ വൈ ആക്സിസിൽ വരുന്നത്, അതായത് ഏത് കൊടുത്താലും കെ തന്നെയാണല്ലേ കിട്ടുന്നത്. ഇവിടുത്തെ ഒരു എലമെൻറ്റ് കൊടുത്താലും നമുക്ക് കെ തന്നെ കിട്ടണം. അപ്പം ഇങ്ങനെ വരും. ഓക്കെ, ഇതാണ് നമ്മളുടെ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു കെ എന്ന് പറയുന്നത്. നമ്മൾ ഇവിടുത്തെ ഒരു പോയിന്റ് എടുത്താൽ അതിൻ്റെ ഇമേജ് എവിടെ വരും? കെ വരും. ഇവിടുത്തെ ഒരു പോയിന്റ് എടുത്താൽ ഇവിടുത്തെ ഒരു പോയിന്റ് എടുത്താൽ ഈ ഒരു എക്സ് ആക്സിൽ ഏത് പോയിന്റ് എടുത്താലും നമുക്ക് കെ തന്നെ കിട്ടും. ഓക്കെ, അപ്പോൾ എക്സ് ആക്സിന് പാരലൽ ആയിരിക്കും ഇതിൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത്. എക്സ് ആക്സിന് പാരലൽ, ദ ലൈൻസ് വിച്ച് ആർ പാരലൽ ടു എക്സ് ആക്സിസ്, അതായിരിക്കും ഇതിൻ്റെ ഗ്രാഫ് വരുന്നത്. ഇനി നെക്സ്റ്റ് ബഹുപദ ഏകതകൾ, പോളിനോമിയൽ ഫംഗ്ഷൻ. ഇറ്റ്സ് എൻ ഇമ്പോർട്ടൻറ്റ് വൺ കേട്ടോ. ഇതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. പക്ഷേ എല്ലാം ഒന്നും ഇവിടെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ ഫോമും കാര്യങ്ങളും പറഞ്ഞിട്ട് പോകാം, കാരണം ഇതൊക്കെ +1 ടോപ്പിക്സ് ആണ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു a0 + a1x + a2x² + എക്സെട്ര അപ് ടു an x പവർ n. ഇതാണ് ഇതിൻ്റെ ജനറൽ ഫോമാറ്റ്. ഇനി എഫ് ഓഫ് എക്സ് ഒരു ബഹുപദ ഏകതം, പോളിനോമിയൽ ഫംഗ്ഷനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്, നമുക്കറിയാം. പക്ഷേ ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതൊരു nth ഡിഗ്രി പോളിനോമിയലാണെങ്കിൽ ഈ x⁻n ഇവിടെ വേണം അല്ലേ. അതായത് ഈ a എന്ന് പറയുന്ന കോഎഫിഷ്യൻ്റ് ഒരിക്കലും 0 ആവാൻ പാടില്ല. സോ an ഈസ് നോട്ട് ഈക്വൽ ടു 0. ദെൻ ഇറ്റ് ഈസ് എ പോളിനോമിയൽ ഓഫ് ഡിഗ്രി n. ഇതിൽ ഈ a0, a1, a2, a3 ഒക്കെ എന്തായിരിക്കും? റിയൽ നമ്പേഴ്സ് ആയിരിക്കും. സോ ഞാൻ എഴുതിയിരിക്കുന്നത് ai ബിലോങ്സ് ടു ആർ ഫോർ ഓൾ i. ആൻഡ് ഈ n എന്ന് പറയുന്നത് എന്തേ വരുള്ളൂ? നാച്ചുറൽ നമ്പേഴ്സും വരാം, അതുപോലെ തന്നെ 0യും വരാം. ഓക്കെ, അപ്പോൾ n ബിലോങ്സ് ടു z പ്ലസ് യൂണിയൻ 0 എന്ന് എഴുതുന്നത്. പോസിറ്റീവ് പൂർണ്ണ അതിസംഖ്യയും 0യും വരാം. ഓക്കെ, ഇനി ഈ ഫംഗ്ഷൻ്റെ ഗ്രാഫ് എന്താണ്? ഗ്രാഫല്ല, മണ്ഡലം ഈക്വൽ ടു ആർ ആണ് അല്ലേ. ഡൊമൈൻ ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ആർ. റേഞ്ച് എന്ന് പറയുന്നതേ ഓരോ ഫംഗ്ഷനും ഓരോന്നാണ് വരിക. അതായത് നമുക്കിപ്പോൾ പറയാം, രംഗം എന്ന് പറയുന്നത് ഏതാണോ ബഹുപദം അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. അതായത് റേഞ്ച് ഡിപ്പെൻഡ്സ് ഓൺ ദ പോളിനോമിയൽ. ഏതാണോ നമുക്ക് തന്നിരിക്കുന്ന പോളിനോമിയൽ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അതിൻ്റെ റേഞ്ച് വരുന്നത്. ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. നിങ്ങൾക്കിപ്പം എഫ് ഓഫ് എക്സ് ഈക്വൽ ടു x² എന്നാണ് എടുത്തിരിക്കുന്നത് വിചാരിക്കാം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു x². ഇതിൻ്റെ ഗ്രാഫ് എന്താണ്? നമുക്കൊക്കെ പരിചയമുള്ള ഗ്രാഫ് ആയതുകൊണ്ടാട്ടോ ഇതെടുത്തത്. വൃത്തിക്ക് വരയ്ക്കുക നിങ്ങളൊക്കെ. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു x² അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത് മുകൾ ഭാഗത്താണ് അല്ലേ. താഴോട്ടേക്കുണ്ടോ? ഇല്ല. അപ്പോൾ ഇതിൻ്റെ ഡൊമൈനും റേഞ്ചും എന്ന് പറഞ്ഞേ. ഡൊമൈൻ ഓഫ് എഫ് ഈക്വൽ ടു ആർ. റേഞ്ച് ഓഫ് എഫ് ഈക്വൽ ടു എന്താ വരിക? എല്ലാം റേഞ്ച് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കണ്ടുപിടിക്കുക. നമ്മൾ വൈ ആക്സിസിലേക്ക് വരുന്ന പോർഷൻസിനെയാണ് നമ്മൾ റേഞ്ച് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ വൈ ആക്സിസിൻ്റെ ഇവിടേക്കുള്ളതെല്ലാം മാപ്പിംഗ് വന്നിട്ടുണ്ട് അല്ലേ. പക്ഷേ വൈ ആക്സിസ് താഴോട്ടുണ്ടല്ലോ, നെഗറ്റീവ്സിലോട്ട് മാപ്പിംഗ് വന്നിട്ടില്ല. ഇവിടെ ഏതാ എലമെൻറ്റ്? 0. ഇപ്പോൾ ഈ വൈ ആക്സിസിനെ അങ്ങനെ കൊണ്ടുപോവുകയാണെങ്കിൽ ഈ x² ഇങ്ങനെ നമുക്ക് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനെ മീറ്റ് ചെയ്യുന്ന പോയിന്റ്സ് കിട്ടുമല്ലോ. അപ്പോൾ റേഞ്ച് ഓഫ് എഫ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 മുതൽ ഇൻഫിനിറ്റി വരെ വരും. മനസ്സിലായോ? 0 മുതൽ ഇൻഫിനിറ്റി വരെ വരും. അതിനെയാണ് നമ്മളെന്ത് പറയുന്നത്? റേഞ്ച് ഓഫ് എഫ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി താഴോട്ടേക്കില്ല. ഇതൊരു ഗ്രാഫ് കേട്ടോ. ഇനി ഞാൻ വേറൊരു പോളിനോമിയൽ എടുക്കുകയാണേ. ദാറ്റ് ഈസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു, നമുക്കിതിൻ്റെ തന്നെ നെഗറ്റീവ് എടുത്ത് നോക്കാം, -x². അപ്പം ഈ ഗ്രാഫ് നേരെ തലകുത്തനെ ആവുന്നല്ലേ ഉള്ളൂ. -x² അല്ലേ. ഇതാണ് നമ്മളുടെ -x² എന്ന് പറഞ്ഞ ഗ്രാഫ്. അതായത് x²ൻ്റെ വാല്യൂസ് നെഗറ്റീവ് ആവും. അപ്പോൾ ഇതിൽ നോക്കി നിങ്ങൾ പോസിറ്റീവ് പാർട്ടിലോട്ടില്ല, പക്ഷേ നെഗറ്റീവ് പാർട്സിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് റേഞ്ച് വരും. അപ്പോൾ നമുക്കിതിൻ്റെ ഡൊമൈൻ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? 6 തന്നെയാണ്. അപ്പം റേഞ്ച് ഓഫ് എഫ് ഈക്വൽ ടു 0 ഉണ്ടല്ലേ. 0നേക്കാളും ചെറിയ നമ്പേഴ്സിലേക്കല്ലേ പിന്നെയൊക്കെ വരുന്നത്. അപ്പോൾ നമുക്ക് 0 ആണ് ഇവിടുത്തെ മാക്സിമം നമ്പർ. അപ്പം -∞ മുതൽ 0 വരെ.
അപ്പോൾ കണ്ടോ, നമ്മൾ ഒരു പോളിനോമിയൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം, അതിൻ്റെ ആ പോളിനോമിയലിൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എക്സ് ക്യൂബ് എന്ന് പറഞ്ഞ പോളിനോമിയലായിരിക്കുന്നതെന്ന് വിചാരിക്കാം, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇതാണ് പോളിനോമിയലിൻ്റെ ഗ്രാഫ് വരുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചാൽ മതി കേട്ടോ, എക്സ് സ്ക്വയർ എന്ന് പറയുന്നതിന് എന്താ, പോസിറ്റീവ് നമ്പേഴ്സ് മാത്രമേ വരുള്ളൂ. 0 കൊടുക്കുമ്പോൾ 0യും വരും. അപ്പോൾ എന്ത് വരും, 0 to ഇൻഫിനിറ്റി ആണ് വരിക. ഇവിടെ മൈനസ് എക്സ് സ്ക്വയർ, അതായത് ഇവിടെ പോസിറ്റീവ്, ഇവിടെ ഏത് നമ്പർ കൊടുത്താലും എക്സ് സ്ക്വയർ ആണ് കിട്ടുക. അപ്പം പക്ഷേ അതിൻ്റെയൊക്കെ നെഗറ്റീവ്. അപ്പം നമുക്ക് മൈനസ് ഇൻഫിനിറ്റി ടു 0. ഇവിടെ നമുക്ക് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ് 1 കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് 1 കിട്ടും. പക്ഷേ -1 കൊടുത്തു കഴിഞ്ഞാൽ -1 കിട്ടും. അതായത് ഇവിടെ ഞാൻ വൈ ആക്സിസിൽ ഏതെണ്ണം ഇങ്ങനെ ഹൊറിസോണ്ടലായിട്ട് വരച്ചാലും എനിക്ക് ഈ ആക്സിസിനെ മീറ്റ് ചെയ്യും, അല്ല ഈ ഗ്രാഫിനെ മീറ്റ് ചെയ്യും. അപ്പോൾ ഞാൻ പറയും എന്താണ്, ഡൊമൈൻ എന്ന് പറയുന്നത് 6ഉം റേഞ്ച് എന്ന് പറയുന്നതും 6 തന്നെയാണ്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ നെഗറ്റീവ് നമ്പേഴ്സും പോസിറ്റീവ് നമ്പേഴ്സും ഇട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ നമ്പേഴ്സും കിട്ടുന്നുണ്ടോ നോക്കുക. അങ്ങനെയാണെങ്കിൽ അതെന്തായിരിക്കും, 6 തന്നെയായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഗ്രാഫ് വെച്ച് ചെയ്യുന്നത് കുറച്ചുകൂടി ഈസിയാണ്, അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഞാൻ ഈ ഗ്രാഫ് വെച്ച് ചെയ്യുന്നത് 1 1 on 2 ഫംഗ്ഷൻ പറയുമ്പോൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാം. റേഞ്ച് ഡിപ്പെൻസ് ഓൺ ദ പോളിനോമിയലാണ്. ഓക്കെ, അത്രേ പറയാനുണ്ടായിട്ടുള്ളൂ. മനസ്സിലാക്കാം എന്താണെന്നുള്ളത്. ഇനി നമുക്ക് പറയാനുള്ളത് റാഷണൽ ഫങ്ഷൻസ്, ഭിന്നക ഏകതകൾ. റാഷണൽ ഫങ്ഷൻസ് നമുക്കറിയാം, എഫ് ഓഫ് എക്സ്, ജി ഓഫ് എക്സ് എന്നിവ 2 പോളിനോമിയൽ ഫംഗ്ഷൻ ആണെങ്കിൽ നമുക്ക് പോളിനോമിയൽ ഫംഗ്ഷൻ വെച്ചിട്ടാണ് റാഷണൽ ഫംഗ്ഷൻസിനെ ഡിഫൈൻ ചെയ്യുന്നത്. സോ എഫ് ഓഫ് എക്സ്, ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് 2 പോളിനോമിയൽ ഫംഗ്ഷൻസ് ആണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് റാഷണൽ ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യുന്നത്, അതിൻ്റെ റേഷ്യോ, അതായത് എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷനെയാണ് നമ്മൾ എന്ന് പറയുന്നത് റാഷണൽ ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ എന്ത് കണ്ടീഷൻ വേണം, എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ്. പക്ഷെ നമുക്ക് 0 കൊണ്ടുള്ള ഡിവിഷൻ പോസിബിൾ അല്ല. സോ ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് ഒരിക്കലും 0 ആവാൻ പാടില്ല എന്ന രൂപത്തിലുള്ള ഫംഗ്ഷൻസിനെയാണ് നമ്മൾ ഭിന്നക ഏകതകൾ എന്ന് പറയുന്നത്. നമുക്കൊരു എക്സാമ്പിൾ പറയാം. നമുക്ക് ഭയങ്കരമായിട്ട് പരിചയമുള്ളൊരു എക്സാമ്പിളാണ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1/x. 1 ഒരു പോളിനോമിയൽ അല്ലേ, ആണോ? അതെ, കാരണം ഡിഗ്രി 0 ആയിട്ടുള്ള പോളിനോമിയൽസിനെയാണ് നമ്മൾ 1 എന്ന് പറയുന്നത്. 1 അല്ല, ഏത് കോൺസ്റ്റന്റ് നമ്പർ എടുത്താലും അതൊരു പോളിനോമിയലാണ് ഹുസ് ഡിഗ്രി ഈസ് 0. ഓക്കെ, 1/x എന്ന് പറയുന്നത് 1 ഒരു പോളിനോമിയലാണ്, എക്സ് ഒരു പോളിനോമിയലാണ്. സോ അതിൻ്റെ റേഷ്യോ എക്സ് നോട്ട് ഈക്വൽ ടു 0 ആവാൻ പാടില്ല. നമ്മളിവിടെ സ്പെസിഫൈ ചെയ്യണ്ടേ. അപ്പോൾ നമുക്ക് പറയാം എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1/x വെർ എക്സ് നോട്ട് ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മണ്ഡലം ഒന്ന് പറഞ്ഞേ നിങ്ങൾ. മണ്ഡലം, ഇവിടെ മണ്ഡലം എന്ന് പറയുന്നത് ഈ എല്ലാ റിയൽ നമ്പേഴ്സും നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും. നമ്മൾ പറഞ്ഞു എഫ് ഫ്രം ആർ ടു ആറിൽ നിന്നുള്ള ഫംഗ്ഷനാണ്. പക്ഷേ ഈ എഫ് ഫ്രം ആർ ടു ആറിൽ നിന്നുള്ള ഫംഗ്ഷൻ ആണെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇവിടെ എല്ലാ റിയൽ നമ്പേഴ്സും നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റില്ല. ഇവിടെ എന്ത് കൊടുക്കാൻ പറ്റില്ല നമുക്ക്, എക്സ്, അതായത് ഇതൊരു റിയൽ ഫംഗ്ഷനാണ്. ഇവിടെ നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റില്ല, 0 കൊടുക്കാൻ പറ്റില്ല. അതായത് മണ്ഡലം എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സിൽ നിന്നും ആരെ ഒഴിവാക്കണം, നമ്മൾ 0യെ ഒഴിവാക്കിയിട്ട് വേണം നമുക്കിതിൻ്റെ മണ്ഡലം എഴുതാൻ പറ്റുള്ളൂ. ഇവിടെ നിന്നേ നമുക്ക് ഈ ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി രംഗം എന്താണ്, ഇനി നമുക്ക് 1/xന് എപ്പോഴെങ്കിലും ഈ 1/xൻ്റെ വാല്യൂ 0 ആകുമോ, റിയൽ നമ്പറിൽ, അതായത് 1/xന് വരുന്ന പോസിബിൾ വാല്യൂസിനെയാണല്ലോ നമ്മൾ രംഗം എന്ന് പറയുന്നത്. അപ്പോൾ ഈ 1/xൻ്റെ വാല്യൂ എപ്പോഴെങ്കിലും 0 ആവുമോ, എപ്പോഴെങ്കിലും 0 ആവുമോ, ഇല്ല, 0 ആവില്ല. അപ്പോൾ നമ്മളുടെ രംഗം എല്ലാ റിയൽ നമ്പേഴ്സും വരും. പക്ഷേ ആരെ ഒഴിവാക്കണം, അവിടെ നിന്നും നമ്മൾ 0യെ ഒഴിവാക്കണം. അതായത് നമുക്കിതിൻ്റെ ഗ്രാഫ് വരച്ചാൽ കറക്റ്റായിട്ട് മനസ്സിലാവും. ഇങ്ങനെയാണ് ഗ്രാഫ് പോകുക, ഇങ്ങനെ പോകും. അതായത് വൈ ആക്സിസിലേക്ക് ഇങ്ങനെ 0യിലേക്ക് ഇതിനെ മീറ്റ് ചെയ്യില്ല, അതിങ്ങനെ അടുത്തടുത്തടുത്ത് പോയിക്കൊണ്ടേയിരിക്കുള്ളൂ. അതുപോലെ തന്നെ താഴോട്ടേക്ക് വരും നെഗറ്റീവ് നമ്പേഴ്സിൻ്റെ കേസിൽ. ഇവിടെ അതെ നമുക്ക് എന്ത് വരും, ഇതിനിങ്ങനെ മീറ്റ് ചെയ്യില്ല, ഇങ്ങനെ അടുത്തടുത്ത് പോയിക്കൊണ്ടേയിരിക്കുള്ളൂ, മീറ്റ് ചെയ്യില്ല. അതുപോലെ ഇവിടെ 0 എന്ന് പറയുന്നതിന് എന്തില്ല, ഫംഗ്ഷൻ വാല്യൂസ് ഒന്നുമില്ല. അപ്പോൾ 0 എന്ന് പറയുന്ന പോയിന്റിൽ ഫംഗ്ഷൻ ഡിഫൈൻഡേ അല്ല. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1/x. നമ്മളിതിനെ റെസിപ്രോക്കൽ ഫംഗ്ഷൻ എന്നൊക്കെ പറയും. അപ്പോൾ നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു x² - 4 ഡിവൈഡഡ് ബൈ x - 2. ഇവിടെ നമ്മളുടെ റേഞ്ച് ഡൊമൈൻ എന്താണ് വരിക, ഇവിടെ ആര് എഴുതണം, നമ്മൾ എക്സ് നോട്ട് ഈക്വൽ ടു 2 എഴുതണം. കാരണം x ഈക്വൽ ടു 2 ആണെങ്കിൽ ഈ ഫംഗ്ഷൻ ഡിഫൈൻഡ് ആവില്ല. അപ്പോൾ നമ്മളുടെ ഡൊമൈൻ എന്താണ്, ഡൊമൈൻ ഓഫ് എഫ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സിൽ നിന്നും ആര് ഒഴിവാക്കണം, നമ്മൾ 2നെ ഒഴിവാക്കിയിട്ട് വേണം നമ്മൾ ബാക്കിയുള്ള പോയിന്റ്സിന് മാത്രമേ ഈ ഫംഗ്ഷൻ ഡിഫൈൻഡ് ആവുള്ളൂ. അപ്പോൾ ഇത് ചെയ്യണം. നമുക്കിതിൻ്റെ റേഞ്ച് കണ്ടുപിടിക്കണം. ആ റേഞ്ച് കണ്ടുപിടിക്കാൻ നമുക്ക് ഈ ഫംഗ്ഷൻ കണ്ടിട്ട് നമുക്ക് ബുദ്ധിമുട്ടല്ലേ റേഞ്ച് കണ്ടുപിടിക്കാൻ. അപ്പോൾ നമുക്ക് ഈ ഫംഗ്ഷൻ്റെ റേഞ്ച് എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം.
ഓക്കെ, ഇത് നിങ്ങളുടെ NCERT ടെക്സ്റ്റിലൊരു എക്സാമ്പിളാണ് കേട്ടോ. നിങ്ങളത് നോക്കിയാൽ മതി മനസ്സിലാവുന്നില്ലെങ്കിൽ. x² - 4 ഡിവൈഡഡ് ബൈ x - 2നെ ഒന്ന് ഞാൻ സിംപ്ലിഫൈ ചെയ്യാനേ. വിച്ച് ഇസ് ഈക്വൽ ടു, ഇതിന് ഞാൻ x - 2 ഇൻറ്റു x + 2 ഡിവൈഡഡ് ബൈ x + 2 എന്ന് എഴുതാമല്ലോ. സോറി, x - 2 എന്ന് എഴുതാം. എനിക്ക് ഈ x - 2നെയും ക്യാൻസൽ ചെയ്യാൻ പറ്റും. എല്ലായ്പ്പോഴും ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ? എല്ലായ്പ്പോഴും ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ, x = 2 ആവുന്ന കേസിൽ ഈ ഫംഗ്ഷൻ ഇങ്ങനെ തന്നെ എടുത്തേ, ഇങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ ഒന്നും ഇല്ലാതെ ഇങ്ങനെ തന്നെ എടുത്തേ. അപ്പോൾ x - 2ഉം x - 2 ഇങ്ങനെ ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നത് എപ്പോൾ മാത്രമാണ്? x ≠ 2 ആവുമ്പം എനിക്ക് ഇതിനെയും ക്യാൻസൽ ചെയ്യാം. ഇനി x = 2 ആവുമ്പോൾ പ്രശ്നം എന്താ? ഇവിടെ ഞാൻ 2 - 2 0/0 വരും. അത് ശരിയല്ല. അത് ഇൻഡിറ്റർമിനേറ്റ് ഫോമാണ്. അത് നമുക്ക് എടുക്കാൻ പറ്റില്ല. സോ നമുക്കിവിടെ എന്ത് കിട്ടും? ആൻസർ x + 2 ആവും. എപ്പോൾ? x ≠ 2 ആവുമ്പം. ഇനി ഈ x + 2നെ ഞാൻ എന്ത് ചെയ്തു? g(x) എന്ന് വിളിച്ചു. അതായത് ഈ ഒരു ഫംഗ്ഷൻ വാല്യൂവിൽ നിന്ന് എനിക്ക് കിട്ടിയ ഒരു ഫംഗ്ഷനാണ്, ഈ ഒരു ഫംഗ്ഷനിൽ നിന്ന് എനിക്ക് കിട്ടിയ വേറൊരു ഫംഗ്ഷനാണ് x + 2 എന്ന് പറയുന്നത്. അത് ഞാൻ ആരെന്ന് വിളിച്ചു? g(x) = x + 2 എന്ന് വിളിച്ചു. ഓക്കെ, അപ്പം നമ്മളുടെ f(x) എന്താണ്? f(x) = x² - 4 ഡിവൈഡഡ് ബൈ x - 2. ഇനി എനിക്ക് ഇത് x ≠ 2 ആകുമ്പോൾ മാത്രം കിട്ടുന്ന ഫംഗ്ഷനാണ് x + 2 എന്ന് പറയുന്നത്. അതായത് എക്സിനെ 2ൽ നമ്മളുടെ ഡൊമൈനിൽ നിന്ന്, അല്ലെങ്കിൽ എക്സിന് 2 എന്ന് പറയുന്ന വാല്യൂവിന് മാത്രമേ പ്രശ്നമുള്ളൂ. ഇപ്പോൾ 2 എന്ന് പറയുന്ന വാല്യൂവിനെ ഒഴിവാക്കി നിർത്തിയാൽ f(x)ഉം g(x)ഉം തുല്യമാണ് അല്ലേ? അപ്പോൾ നമുക്ക് പറയാം x2 അല്ലാത്ത സമയത്ത് നമുക്ക് എന്ത് പറയാം? f(x) = g(x) ആണ് എന്ന് പറയാം. ഓക്കെ, നമുക്ക് റേഞ്ച് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ശരിക്കും ഇവിടെ 2 ഡിഫൈൻ, ഇവിടെ നമുക്ക് 2 കൊടുത്തു കഴിഞ്ഞാൽ 2 + 2 എന്ന് പറയുന്നത് 4 ആണെന്ന് കിട്ടുമല്ലേ? കിട്ടില്ലേ? പക്ഷേ അപ്പോഴത്തെ കേസിൽ f(x) ഡിഫൈൻഡേ അല്ല. അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് നേരത്തെ. അപ്പോൾ നമുക്ക് നോക്കാം ഇതിൻ്റെ റേഞ്ച്. നമുക്കിപ്പം 2 ഫംഗ്ഷൻ ഉണ്ട് നമ്മുടെ കയ്യിൽ. നമുക്ക് ഓരോന്നിൻ്റെയും റേഞ്ച് എഴുതി നോക്കാം. റേഞ്ച് ഓഫ് g എന്ന് പറയുന്നത് എന്താ? ഈ ഒരു സിംഗിൾ ഫംഗ്ഷനായിട്ട് കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ റേഞ്ച് എന്താ വരിക? 1 2 3 4 എല്ലാം കൊടുക്കാമല്ലേ? അപ്പം നമുക്ക് ഇവിടെ എല്ലാ റിയൽ നമ്പേഴ്സും വരും. ഇവിടെ റിയൽ നമ്പർ കൊടുക്കുമ്പോൾ ഇവിടെ റിയൽ നമ്പർ വരും. അപ്പോൾ റേഞ്ച് ഓഫ് g എന്ന് പറയുന്നത് 6 ആണെന്ന് പറയും. പക്ഷേ റേഞ്ച് ഓഫ് f എന്താണ് വരിക? റേഞ്ച് ഓഫ് f എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 2 കൊടുക്കാനേ പറ്റില്ല. 2 കൊടുത്തു കഴിഞ്ഞാൽ ആരെ കിട്ടുക? 4. ആ 4നെ നമ്മൾ ഒഴിവാക്കി നിർത്തിയിട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങളാണ് നമ്മളുടെ എഫിൻ്റെ റേഞ്ച്. കാരണം ഈ ഫംഗ്ഷനും ഈ ഫംഗ്ഷനും ഈക്വൽ ആവുന്നത് x ≠ 2 ആവുമ്പോഴാണ്. അപ്പോൾ x = 2 എന്ന് പറയുന്നത് എവിടെയും വരാൻ പാടില്ല? g(x)ൻ്റെ റേഞ്ചിലും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ നമുക്ക് എന്ത് പറയാം? g(x)ന് ആ വാല്യൂ ഉണ്ടെങ്കിലും നമ്മൾ അതിനെ ഒഴിവാക്കി നിർത്തിയിട്ട് വേണം f(x)ൻ്റെ റേഞ്ച് എടുക്കാൻ. അപ്പോൾ ഈ g(x)ഉം f(x)ഉം ഈ g(x)ൽ 2 കൊടുക്കുമ്പോൾ എന്താണോ കിട്ടുന്നത് അതിനെ ഒഴിവാക്കി നിർത്തിയാൽ നമുക്ക് ആര് കിട്ടും? f(x)ൻ്റെ റേഞ്ചിന് കിട്ടും. അതായത് f(x)ൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ ഇവിടെ 2 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 4 ആണ് കിട്ടുക. അപ്പോൾ നമുക്ക് പറയാം റിയൽ നമ്പേഴ്സിൽ നിന്ന് ആര് ഒഴിവാക്കണം? 4നെ ഒഴിവാക്കാം. ക്ലിയർ ആയോ? ഒരുപാട് കൺഫ്യൂഷൻ ആയിപ്പോയോ? അതായത് g(x) എന്ന് പറയുന്നത് 4 ആണ് when x = 2. പക്ഷേ x = 2 എന്ന് പറയുന്നത് എവിടെയില്ല? f(x)ൻ്റെ പോയിന്റ്സിലില്ല. ഓക്കെ, ഇതൊക്കെ ലീനിയർ ഫംഗ്ഷൻസിനോട് അപ്രോക്സിമേറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് പഠിക്കുമ്പോൾ പഠിക്കും. അപ്പോൾ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാവും. ഓക്കെ, ഇതൊന്ന് സിമ്പിളായിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. കൺഫ്യൂഷൻ ആണെങ്കിൽ വിട്ടോളൂ. ഇനി നമുക്ക് അടുത്ത ഫംഗ്ഷൻ നോക്കാം. അപ്പോൾ അടുത്തതാണ് കേവലവില ഏകതം, ദാറ്റ് ഈസ് മോഡുലസ് ഫംഗ്ഷൻ. മോഡുലസ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ f from R to R ആണ്. ദാറ്റ് ഈസ് ഡിഫൈൻഡ് ബൈ f(x) = mod x. നമ്മളെങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? mod x = x when x > 0 minus x less than 0. നെഗറ്റീവ് നമ്പേഴ്സ് ആകുമ്പോൾ അതിന് മൈനസ് എടുക്കണം, എന്നാലേ പോസിറ്റീവ് ആവുള്ളൂ. അതാണ് mod x. അതായത് -2 ആണ് നമുക്കുള്ളതെന്ന് വിചാരിക്കുക. അപ്പോൾ -2 എടുത്താൽ നമുക്ക് 2 കിട്ടും. അതിനെയാണ് കേവലവില എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഗ്രാഫ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമുക്ക് എന്താണ് ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഒരു ഇതാണ് നമ്മളുടെ ഗ്രാഫ്, mod x എന്ന് പറയുന്നതിൻ്റെ ഗ്രാഫ്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയേ, റേഞ്ച് ഡൊമൈൻ ഓഫ് എഫ് എല്ലാത്തിൻ്റെയും മോഡ് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും അല്ലേ? ഇപ്പോൾ ഡൊമൈൻ ഓഫ് എഫ് എന്ന് പറയുന്നത് 6 ആണ്. റേഞ്ച് ഓഫ് എഫ് എന്താണ്? എല്ലാ നെഗറ്റീവ് നമ്പേഴ്സിലേക്ക് മാപ്പിംഗ് വന്നിട്ടേ ഇല്ല. അപ്പോൾ പോസിറ്റീവ് നമ്പേഴ്സിലേക്ക് മാത്രമേ ഉള്ളൂ. അതായത് 0 മുതൽ ഇൻഫിനിറ്റി വരെ. അപ്പോൾ ക്ലോസ്ഡ് 0 ഇൻഫിനിറ്റി, ഇതാണ് ഇതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത്, രംഗവും മണ്ഡലവും. ഇനി നമ്മൾ പറയുന്നത് സിഗ്നം ഏകതം, സിഗ്നം ഫംഗ്ഷൻ.
എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ് ബൈ എക്സ്. ഇതിനെ നമ്മൾ എന്ത് ചെയ്യുക, എക്സ് ബൈ മോഡ് എക്സ് എന്നൊക്കെ ഡിഫൈൻ ചെയ്യാം കേട്ടോ. ഇവിടെ എക്സ് നോട്ട് ഈക്വൽ ടു 0 എന്ന്, ഇതും സിഗ്നം ഫംഗ്ഷനാണ്, ഇതും സിഗ്നം ഫംഗ്ഷനാണ്. ഇവിടെ എക്സ് നോട്ട് ഈക്വൽ ടു 0ക്ക് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടേ ഇല്ല. ഓക്കെ, ഇവിടെ നമ്മൾ എന്താ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ് ബൈ എക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, മോഡ് എക്സ് ബൈ എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ലെസ് ദാൻ 0 ആകുമ്പോൾ നമുക്കറിയാം എക്സ് മോഡ് എക്സിൻ്റെ വാല്യൂ എന്താണ്, മൈനസ് എക്സ് ആണ് ഡിവൈഡഡ് ബൈ എക്സ്. അപ്പോൾ നമുക്ക് -1 കിട്ടും. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് -1. ഇനി എക്സ് ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ എക്സ് ബൈ എക്സ് 1 കിട്ടും. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്ന 1. ഇനി ഞാനിവിടെ 0ക്ക് 0 എന്ന് പറഞ്ഞ ഫംഗ്ഷൻ വാല്യൂ കൊടുത്തിരിക്കുകയാണ്. ഇവിടെ പക്ഷേ അങ്ങനെയല്ല, എക്സ് നോട്ട് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ ഇവിടുത്തെ ഡൊമൈനിൽ നമ്മൾ r-0 ഇടണം. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ -1 0 1 എക്സ് ലെസ് ദാൻ 0 എക്സ് ഈക്വൽ ടു 0 എക്സ്, ഇത് രണ്ടും രീതിയിലും നമുക്ക് സിഗ്നം ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് സിഗ്നം ഫംഗ്ഷൻ ഡൊമൈൻ എന്ത് വരും, നമ്മൾ ഇങ്ങനെ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ r-0 എടുക്കണം, ഇങ്ങനെ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ r കൊടുക്കാം. അപ്പം ഞാൻ ഇതിലെടുക്കുന്നു. അപ്പം നമുക്കിവിടെ മണ്ഡലം എന്ന് പറയുന്നത് r തന്നെയാണ്. ഇനി റേഞ്ച് എന്ന് പറയുന്നതോ, റേഞ്ച് ഓഫ് എഫ് ഈക്വൽ ടു, ഇവിടെ ഏതൊക്കെ വാല്യൂസ് മാത്രമേ വരുന്നുള്ളൂ, -1 0 1. അപ്പോൾ നമുക്ക് എന്തെടുക്കാം, -1 0 1. ഇത് മാത്രമാണ് ഇതിൻ്റെ റേഞ്ച് ആയിട്ട് വരുന്നുള്ളത്. ഇതിൻ്റെ ഫംഗ്ഷൻ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്, 0ക്ക് 0 തന്നെ, 0ക്ക് 0 തന്നെ. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു പോയിന്റ് വരും. പിന്നെ എക്സ് ലെസ് ദാൻ 0ക്ക് -1. അപ്പോൾ എക്സ് ഇവിടെയാണ് -1 വരുന്നത്, ഇവിടെയാണ് 1 വരുന്നത്, കാണുന്നില്ല. ഓക്കെ, ഈ -1 അപ്പം ഇത് -∞ ടു 0 വരെയാണെങ്കിൽ നമുക്ക് എന്ത് വരാം, -1 വരാം. അപ്പോൾ ഇവിടെ പക്ഷേ എന്നില്ല, -1ലില്ല വാല്യൂ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വരിക, ഫംഗ്ഷൻ നെഗറ്റീവ് ആവുന്നത് വരെ. അപ്പം -1 ഇങ്ങനെ, പക്ഷേ ഇവിടെ ഇല്ല, 0ൽ 0 ആണ് വാല്യൂ. ഓക്കെ, ഇത് ഉള്ളിൽ ഒന്നുമില്ല. ഓക്കെ, ഇവിടെയോ പോസിറ്റീവ് ആവുന്നിടം വരെ, അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരും. ഇതാണ് നമ്മളുടെ സിഗ്നം ഫംഗ്ഷൻ. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്തത് പറയാം, 1 പൂർണ്ണസംഖ്യ ഏകതം, ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ. ഇതൊക്കെ നിങ്ങൾക്ക് പരിചയമുള്ള ഫംഗ്ഷൻ ആയിരിക്കും. എഫ് ഫ്രം r to r എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ എക്സ്. ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ എക്സിനെ നമ്മൾ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്, നിങ്ങൾക്ക് ദ ഗ്രേറ്റസ്റ്റ് എന്തെന്ന മീനിങ്, ഇറ്റ് ഈസ് ഈക്വൽ ടു ദ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്. അതായത് എക്സിൻ്റെ തൊട്ട് മുമ്പുള്ള ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ, അതാണ് മീൻ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ചെറിയൊരു എക്സാമ്പിൾ പറയാം, പിന്നെ കുറച്ച് വാല്യൂസ് എടുത്ത് പറയാം, കുറച്ച് പേർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ നമുക്ക് എഫ് ഓഫ് 3 എന്ന് പറഞ്ഞാൽ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് 3. അപ്പം 3 എന്ന് പറയുന്നൊരു പൂർണ്ണസംഖ്യ ആയത് കാരണം, 3 എന്ന് പറയുന്നൊരു ഇൻറ്റിജർ ആയത് കാരണം 3 തന്നെ വരും. എഫ് ഓഫ് -2 ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് -2, അതായത് ഇൻറ്റിജർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു -2, അതായത് -2 തന്നെ വരും. ഓക്കെ, കൺഫ്യൂഷൻ ഇല്ലല്ലോ. ഇനി എഫ് ഓഫ് 0.5, അതായത് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0.5, 0.5നേക്കാളും ചെറുതായിട്ടുള്ള ഏറ്റവും വലിയ ഇൻറ്റിജർ. അപ്പോൾ നമുക്ക് എന്ത് പറയാം, അത് ചെറുതാണ് പറയുന്നത്, സോ 0 തൊട്ട് മുമ്പുള്ള എഴുതാം. ഓക്കെ, ഇനി എഫ് ഓഫ് 3.9 എന്താ വരിക, ദ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് 3.9, 3.9നേക്കാളും തൊട്ട് മുമ്പുള്ള ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ, ദാറ്റ് ഈസ് 3. ഇനി എഫ് ഓഫ് -3.9 ഇതെന്താ വരിക, -3.9നേക്കാളും വലുതായി, അതായത് ദ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു -3.9, -3.9നേക്കാളും തൊട്ട് മുമ്പുള്ള ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ. അപ്പോൾ എന്താ വരിക, ഇതിൻ്റെ തൊട്ട് മുമ്പുള്ള ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഏതാ, -4 ആണ്. ദാറ്റ് ഈസ് ഇവിടെ -4 വന്നാൽ ഇവിടെയാണ് -3 വരുന്നത്. സോ അതിൻ്റെ തൊട്ട് മുമ്പുള്ളതെന്ന് പറഞ്ഞാൽ ഇതാണ് വരുന്നത്. ഓക്കെ, തൊട്ട് മുമ്പുള്ളത് -3 എഴുതരുത്. ഇതിൻ്റെ എഫ് ഓഫ് -0.5 എന്താണ് വരിക, 0.5ന് തൊട്ട് മുമ്പുള്ള ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ, ദാറ്റ് ഈസ് 0.5ന് ശേഷം വരുന്നതാണ് 0. അപ്പോൾ അത് എഴുതാൻ പാടില്ല, എന്ത് എഴുതണം, -1. ഓക്കെ, ഇതിൻ്റെ മണ്ഡലവും റേഞ്ചൊക്കെ ഒന്ന് പറഞ്ഞേ. റേഞ്ച് ഡൊമൈൻ എന്ന് പറഞ്ഞാൽ എന്താ വരുന്നത്, ഡൊമൈൻ ഓഫ് എഫ് ഈക്വൽ ടു എല്ലാ നമ്പേഴ്സിൻ്റെയും ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സോ ഡൊമൈൻ 6 ആണ്.
പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചേ, ഇവിടെ ഞാൻ 0.9 എടുത്തു, 0.5 എടുത്തു, -2 എടുത്തു, 0.2 എടുത്തു, ഒക്കെ എടുത്തു അല്ലേ. പക്ഷെ എപ്പോഴും എന്താ കിട്ടിയത്? ഇൻറ്റിജേഴ്സ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അപ്പം നമ്മളുടെ റേഞ്ച് ഓഫ് എഫിൽ ആര് മാത്രമേ വരുള്ളൂ? ഇൻറ്റിജേഴ്സ്. ഓക്കെ, എല്ലാ ഇൻറ്റിജേഴ്സും വരും രംഗം എന്ന് പറയുന്നത്. പിന്നെ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് ഫംഗ്ഷൻ്റെ ഗ്രാഫ് നിങ്ങൾക്ക് അറിയാലോ. ഓക്കെ, എങ്ങനെ വരും? 0ൽ 0 തന്നെ. ഇനി 1ൻ്റെ വാല്യൂ എന്താ? 1 ആണല്ലേ വരിക. ഇതാണ് 1 എന്ന് പറയുന്ന പോയിന്റ്, ഇത് നമ്മളുടെ 2 എന്ന് പറയുന്ന പോയിന്റ്. പക്ഷേ 1ന് തൊട്ട് മുമ്പ് 0.9 വരെ വന്നാലും നമ്മൾ എന്താണ്? ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് 0 തന്നെയാണ് കിട്ടുക. അപ്പോൾ നമ്മളുടെ ഗ്രാഫ് എന്ന് പറയുന്നത് എന്ത് വരും? ഇവിടെ നിന്ന് ഇവിടം വരെ നമുക്ക് 0 ആണ് വരിക. പക്ഷെ 1ലെത്തുമ്പോൾ അത് 1 ആവും. ഓക്കെ, പിന്നെ ഇവിടെ 1, 1.1, 1.2 അങ്ങനെ പറഞ്ഞിട്ട് 1.9 വരെ നമുക്ക് ആര് തന്നെ എഴുതണം? 1 തന്നെ എഴുതണം. പക്ഷേ 2ലെത്തുമ്പോൾ ആളെന്തായിപ്പോയി? 2 ആയിപ്പോയി. ഓക്കെ, അപ്പം ഇങ്ങനെ വരും, ഇങ്ങനെ പോകും. അതുപോലെ തന്നെയാണ് ഇവിടെ ഇപ്പം 0, ഇപ്പം നെഗറ്റീവ് നമ്പേഴ്സാണ്. ഇപ്പോൾ ഇവിടെ ഇവിടെ ഒരു -1 ഉണ്ട് കേട്ടോ നമുക്ക്. അപ്പോൾ 0ൽ 0 തന്നെയാണെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഇവിടെ -0. അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഏറ്റവും ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് വരിക, -1. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പോകും. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ ഇവിടെ ലീനിയർ ഫംഗ്ഷൻസ് പറയുന്നുണ്ട്. ഈ ലീനിയർ ഫംഗ്ഷൻസിനെ രേഖീയ ഏകതകൾ തന്നെയാണ് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. കൺഫ്യൂഷനായി പോകരുത്. ലീനിയർ ഫംഗ്ഷൻ രേഖ ആ മീനിങ്ങിലാണെന്ന് തോന്നുന്നു രേഖീയ ഏകതകൾ എന്ന് പറയുന്നത്. നമ്മൾ റിയൽ വാല്യൂഡ് ഫംഗ്ഷനും രേഖീയ മൂല്യ ഏകതകൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. കൺഫ്യൂഷനായി പോകരുത്. എം, സി എന്നിവ സ്ഥിര സംഖ്യകളാണെങ്കിൽ f(x) = mx + c എന്ന രൂപത്തിലുള്ള ഏകതങ്ങളെ രേഖീയ ഏകതങ്ങൾ എന്ന് പറയുന്നു. അതായത് എം, സി എന്ന് പറയുന്നത് 2 സ്ഥിര നമ്പേഴ്സാണ്. അപ്പോൾ f(x) = mx + c എന്ന് പറയുന്ന രൂപത്തിലുള്ള ഏകതങ്ങളെയാണ് y = mx + c എന്നൊക്കെ നമ്മൾ എഴുതില്ലേ. അപ്പോൾ ഇതിൻ്റെ എന്താണ് ഡൊമൈനും എന്ത് തന്നെയാണ് വരിക? റിയൽ നമ്പറാണ് വരിക. റേഞ്ചും എന്ത് തന്നെയാണ് വരിക? റിയൽ നമ്പറാണ് വരിക. ഇതിൻ്റെ ഫംഗ്ഷൻസ് എല്ലാം ഈ ഫംഗ്ഷൻസിൻ്റെ ഗ്രാഫുകളെല്ലാം ലൈൻസ് ആയിരിക്കും. ഒന്നുകിൽ ഇങ്ങനെയുള്ള ലൈൻ വരും, അല്ലെങ്കിൽ ഇതാണ് y = mx + c യുടെ ലൈൻ വരും. ഒന്നുകിൽ ഇങ്ങനെ വരും, അല്ലെങ്കിൽ പാസിംഗ് ത്രൂ ദ ഒറിജിൻ വരും. c ഇല്ല, c 0 ആണെങ്കിൽ mx മാത്രമാണെങ്കിൽ പാസിംഗ് ത്രൂ ദ ഒറിജിൻ വരും. ലൈൻസ് ആയിരിക്കും വരിക ഇതിൻ്റെ ഗ്രാഫുകൾ. ഇനി രേഖീയ ഏകതങ്ങളുടെ ബീജഗണിതം. ബീജഗണിതം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പം ആൾജിബ്ര ഓഫ് റിയൽ ഫംഗ്ഷൻസ് നമ്മൾ ആഡ് ചെയ്യുന്നു, സബ്സ്ട്രാക്ട് ചെയ്യുന്നു, ഇതൊക്കെ ഇല്ലേ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ എഫ് എന്ന് പറഞ്ഞാൽ എക്സിൽ നിന്ന് ആറിലോട്ടുള്ള ഫംഗ്ഷനാണ്. ജിയും എക്സിൽ നിന്ന് ആറിലോട്ടുള്ള ഫംഗ്ഷനാണ്. എക്സ് ഇസ് എ സബ്സെറ്റ് ഓഫ് ഓർ ഈക്വൽ ടു ആർ ആണ്. അങ്ങനെയാണെങ്കിൽ എഫ് പ്ലസ് ജിയും എക്സിൽ നിന്ന് ആറിലോട്ടുള്ള ഫംഗ്ഷൻ ആയിരിക്കും. എഫ് മൈനസ് ജിയും എക്സിൽ നിന്ന് ആറിലോട്ടുള്ള ഫംഗ്ഷൻ ആയിരിക്കും. എഫ് ഇൻറ്റു ജിയും എക്സിൽ നിന്ന് ആറിലോട്ടുള്ള ഫംഗ്ഷനാണ്. ആൽഫ ഇൻറ്റു എഫും എക്സിൽ നിന്ന് ആറിലോട്ടുള്ള ഫംഗ്ഷനാണ്. വേർ ആൽഫ ബിലോങ്സ് ടു ആർ കേട്ടോ. ഒരു ഫംഗ്ഷനെ ഇപ്പം എഫ് എന്ന് പറയുന്ന ഫംഗ്ഷനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് 2f എന്ന് കിട്ടില്ലേ. അതും എന്ത് തന്നെയായിരിക്കും? എക്സിൽ നിന്ന് ആറിലോട്ടുള്ള ഫംഗ്ഷൻ ആയിരിക്കും. f/g എന്ന് പറയുന്നതും എക്സിൽ നിന്ന് ആറിലോട്ടുള്ള ഫംഗ്ഷൻ ആയിരിക്കും. എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യാൻ? ഇതൊക്കെ നിങ്ങൾക്ക് സിമ്പിളാണ്, പറയാം. f + g of x = f of x + g of x. അതായത് f + g ആ രണ്ട് ഫംഗ്ഷൻ്റെ സം എന്ന് പറഞ്ഞാൽ എന്താ? ഓരോ ഫംഗ്ഷൻ വാല്യൂസിൻ്റെ എടുത്തിട്ട് അതിൻ്റെ സം ചെയ്യാം. ഓക്കെ, f - g ആ ഫംഗ്ഷൻസിൻ്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഓരോ ഫംഗ്ഷൻ വാല്യൂ എടുത്തിട്ട് ഡിഫറൻസ് കണ്ടുപിടിക്കാം. ആൽഫ ഇൻറ്റു എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ആൽഫ ഇൻറ്റു എഫ് ഓഫ് എക്സ് ആണ്. എഫ് ഇൻറ്റു ജി ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സിനോട് ഈക്വൽ ആണ്. f/g of x എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് ആണ്. വേർ ജി ഓഫ് എക്സ് എന്താവാൻ പാടില്ല? 0 ആവാൻ പാടില്ല. അവിടെ അത് ശരിയാവില്ല. ഓക്കെ, അപ്പോൾ വേണമെങ്കിൽ ചെറിയൊരു എക്സാമ്പിൾ പറയാം. എഫ് ഓഫ് എക്സ് = എക്സും ജി ഓഫ് എക്സ് = √x ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എഫ് പ്ലസ് ജി ഓഫ് എക്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? നമ്മൾ പറഞ്ഞു എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് ആണല്ലേ. നമുക്ക് എക്സ് പ്ലസ് √x എന്ന് വരും. ഓക്കെ, ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. ഇനി എഫ് മൈനസ് ജി ഓഫ് എക്സോ വിച്ച് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് √x. എഫ് ഇൻറ്റു ജി ഓഫ് എക്സോ എക്സ് ഇൻറ്റു √x. ദാറ്റ് ഈസ് ഇതിൽ നമുക്ക് x⁻³ എന്ന് എഴുതാം. അതുപോലെ തന്നെ f/g of x എന്ന് പറഞ്ഞാൽ എന്താ വരിക? എക്സ് ഡിവൈഡഡ് ബൈ √x. അപ്പോൾ നമുക്ക് കിട്ടുന്നത് x√x കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ x≠0 ആവണേ. എന്നാൽ മാത്രമേ കട്ട് ചെയ്യലൊക്കെ പോസിബിൾ ആവുള്ളൂ, അല്ലെങ്കിൽ ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ ഈ f/g ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. x/√x എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് √x x⁻0. 0 ആണെങ്കിൽ പറ്റില്ല കേട്ടോ, f/g ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇന്നത്തെ വീഡിയോയുടെ ലെങ്ത് കുറച്ച് കൂടി പോയിട്ടുണ്ട്, പക്ഷേ എനിക്ക് ഇവിടെ വെച്ചും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യാം. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഞാൻ തെറ്റൊക്കെ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതെൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താവുന്നതാണ്.
പിന്നെ എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ വീഡിയോസിനെ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്ത് എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വിജയിപ്പിച്ചു തരാം. ഓക്കെ, താങ്ക് യു.